ഇഷ്ടമായിരുന്നു സിനിമേൻ്റെ അടുത്ത്. പക്ഷേ എനിക്ക് പേടിയായിരുന്നു, അയ്യോ സിനിമയിൽ വന്നാൽ എങ്ങനെയായിരിക്കും, എനിക്ക് എൻ്റെ മേൽ അത്ര കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു ആദ്യം. അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു എന്താവും എന്നൊക്കെ. പിന്നെ എൽസമ്മ ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അത് മൊത്തം ലാലു അങ്കിൾ കൂടെ നിന്ന് നമ്മളെ ഒരു ഫാമിലി പോലെ നോക്കി. അല്ലാണ്ട് ഞാൻ ആദ്യം സിനിമയിൽ വരണം അല്ലെങ്കിൽ അങ്ങനെയൊന്നും വിചാരിച്ചില്ല, തീരെ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് വന്നതോ. അപ്പോൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് എനിക്ക് ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ബേസിക് കാര്യങ്ങൾ പോലും എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുക. അപ്പം എൻ്റെ അടുത്ത് കൂടുതൽ ആർട്ടിസ്റ്റൊക്കെ ഇങ്ങനെ പറയും, പക്ഷേ ഇങ്ങനെ പുറത്തിറങ്ങാൻ പാടില്ല, ഇങ്ങനെ പാടില്ല, ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, ഓരോന്ന് പറഞ്ഞു തരുമായിരുന്നു ഈ സ്റ്റെപ്പായിട്ട്. അപ്പം ആ സമയത്ത് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴാണ്, ഒരു 1 year ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഇഷ്ടം തോന്നി തുടങ്ങുമല്ലോ എന്താണെങ്കിലും. അങ്ങനെയാണെന്ന് തോന്നുന്നു. എനിക്ക് ആദ്യം വലിയൊരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു, അത്രയും ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ. എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അച്ഛൻ കുറേ ആൾക്കാരൊക്കെ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. പക്ഷേ എനിക്ക് സിനിമ ഞാൻ പറയട്ടെ, എത്രയൊക്കെ പറഞ്ഞാലും സിനിമ ഐ മീൻ ബിസിയാവും. എൻ്റെ അച്ഛനെ എനിക്ക് ഇതുവരെ മിസ് ചെയ്തിട്ടില്ല. കാരണം ആദ്യം ഞാൻ കുറേ ആഗ്രഹിക്കുന്നു അച്ഛൻ കൂടെ ഇരിക്കണം, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ സത്യം പറഞ്ഞാൽ ആലോചിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അച്ഛനും നമ്മളെ നോക്കണം, അതിൻ്റെ ഒരു സിനിമ നമ്മളെ ടേക്ക് കെയർ ചെയ്യണം, ഫാമിലി, അതൊക്കെ ഈ തിരക്കിൽ അച്ഛനും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്കധികം ഒരുപാട് സമയമൊന്നും കിട്ടിയിട്ടില്ല. എന്നെ ശരിക്കും നോക്കിയതൊക്കെ അമ്മ തന്നെയാണ്. അമ്മയായിരിക്കും വീട്ടിലുണ്ടാവുക. അച്ഛനെ ഞാൻ ഹാർഡ്ലി എപ്പോഴെങ്കിലും എൻ്റെ ബർത്ത്ഡേക്കൊക്കെ അച്ഛൻ, ഞാൻ എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് വിളിച്ച് വെക്കണം, വരുമോ അങ്ങനെ. ഇപ്പം അച്ഛൻ ചിലപ്പോൾ ഷൂട്ടില്ലാത്ത സമയത്തും രഞ്ജിത്ത് അങ്കിളും അവരൊക്കെ കൂടെ ആയിരിക്കും, അവരുടെ ഫിലിം ഡിസ്കഷൻസ്. അത് വേറെ ഒരു സ്റ്റൈൽ ഓഫ് ലിവിങ് ആയിരുന്നു. അപ്പം എനിക്ക് എന്നും ഒരു ആഗ്രഹമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സിനിമയിൽ ഒരാളെ കല്യാണം കഴിക്കരുത്. എനിക്കൊരു സ്കൂൾ ടീച്ചറിനെങ്കിലും, ഞാൻ എപ്പോഴും പറയുള്ളൂ, സ്കൂൾ ടീച്ചറിനെ എനിക്ക് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. കാരണം എപ്പോഴും തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സിനിമയാകുമ്പോൾ ഇതാണ്, സമയം കിട്ടില്ല, ഫാമിലി, അങ്ങനെ ഒരു ഇതുണ്ടാവില്ല. അത് ആക്ച്വലി അത് മുന്നേ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു, പക്ഷേ എൻ്റെ പ്രൊഫൈൽ പിക്ചറൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഒരു ദിവസം നമ്മൾ ചാറ്റ് ചെയ്തു വെറുതെ. അപ്പോൾ എനിക്ക് ലാലു അങ്കിളാന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ ചാറ്റ് ചെയ്യണത്. ലാലു അങ്കിൾ പക്ഷേ അറിയില്ലായിരുന്നു ഞാനാന്ന്. എന്നിട്ടും നന്നായി ചാറ്റ് ചെയ്തു. അപ്പം പിന്നെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനിങ്ങനെ കാര്യം പറഞ്ഞു, നീ ഇങ്ങനെ എന്നോട് സംസാരിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമ്മൾ ചാറ്റ് ചെയ്തത് ഓർമ്മയില്ലേ, അന്ന് നമ്മൾ ചാറ്റ് ചെയ്തിട്ടില്ലായിരുന്നോ? പറഞ്ഞു, അത് നീയായിരുന്നു. ഞാൻ പറഞ്ഞു, നന്നായി, ഏതാ പെൺകുട്ടിന്ന് പോലും അറിയില്ലേ, വെറുതെ ചാറ്റ് ചെയ്യാന്ന് പറഞ്ഞ് കുറേ കളിയാക്കിയിരുന്നു അത്ര. അപ്പോൾ അതായിരിക്കണം. അപ്പം അന്ന് തോന്നി ലാലു അങ്കിളിൽ എനിക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും, ആ ക്യാരക്ടർ എനിക്ക് പറ്റും തോന്നിയിട്ടായിരിക്കണം. അന്ന് എൻ്റെ അടുത്ത് ഡയറക്റ്റ്ലി പറഞ്ഞതല്ല, അച്ഛൻ ഒരു ദിവസം എന്നെ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു. ലാലു അങ്കിളും രഞ്ജിത്ത് അങ്കിളിനോട് പറഞ്ഞു ആദ്യം, പിന്നെ രഞ്ജിത്ത് അങ്കിൾ അച്ഛനോട് സംസാരിച്ചു. അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ലാലുവിൻ്റെ പടം ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ലാലുവിൻ്റെ പടം എനിക്ക് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞു ആദ്യം. അപ്പം എൻ്റെ വീട്ടിൽ വന്ന് ലാലു അങ്കിൾ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴും ഞാൻ വിചാരിച്ചിട്ടില്ല പടത്തിൽ അഭിനയിക്കേണ്ട ഒരു ഇത് വരും. ഞാൻ വെച്ചാൽ ശരി, ഒരു എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ഡിഗ്രി ഫൈനൽ എക്സാം കഴിയാൻ നിൽക്കുമായിരുന്നു. അന്നും ഞാൻ പറഞ്ഞില്ല, അന്നൊന്നും ഇതിൻ്റെ സീരിയസ്നെസ്സിനും അതൊന്നും അറിയില്ല. അച്ഛനുണ്ടെങ്കിൽ പോലും, അച്ഛൻ സിനിമയിലുണ്ടെങ്കിലും എനിക്ക് അതിൻ്റെ ഒരു സിനിമ എന്താണെന്നൊന്നും അറിയില്ല. നമ്മളിടയ്ക്ക് ലൊക്കേഷനിൽ പോവും, അവിടെ കുറേ കളിക്കും, എല്ലാവരും ഇരുന്നിട്ടും അല്ലാണ്ടൊന്നും അറിയില്ല. അപ്പം ആ ഒരു സീരിയസ്നെസ് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ലായിരുന്നു. പിന്നെ പടമൊക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ആണ് ശരിക്കും അയ്യോ അന്ന് എന്താ ചെയ്തില്ലേന്ന് ആലോചിക്കണത്. ചാക്കോച്ചൻ്റെ കൂടെ പിന്നെയും ഞാൻ 2-3 പടം ചെയ്തിരുന്നു. അപ്പം എപ്പോഴും ആ ഒരു വൈബ് ഉണ്ട്. അത് എനിക്കിപ്പം ചാക്കോച്ചൻ എന്നല്ല, അന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആദ്യത്തെ, പറയില്ലേ ഫസ്റ്റ് ലവ് ഇസ് ഓൾവേസ് ഫസ്റ്റ് ലവ് എന്ന് പറയണ പോലെ, ആദ്യത്തെ പടത്തിനോടുള്ള അറ്റാച്ച്മെൻറ്റും അതിൽ നമ്മളെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരും ഒക്കെ എന്നും സ്പെഷ്യലായിരിക്കും. അപ്പം എനിക്ക് ചാക്കോച്ചനാണെങ്കിലും വേണു അങ്കിളാണെങ്കിലും ലളിതാൻറ്റി ആണെങ്കിലും വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് അവരുടെ അടുത്തൊക്കെ. അപ്പം ഭയങ്കര എല്ലാവരുടെ അടുത്തും എല്ലാവരും കംഫർട്ടബിൾ ആയിരുന്നു. അമ്പിളി അങ്കിളാണെങ്കിലും എനിക്ക് അതിപ്പോൾ ആലോചിക്കുമ്പം സത്യം പറഞ്ഞാൽ എങ്ങനെ ശരിക്കും അത്രയും ലക്കി ആയിരുന്നു തോന്നുന്നു എനിക്ക് അമ്പിളി അങ്കിളുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കും, പക്ഷേ അങ്ങനെ തിരിച്ച് അതേപോലെ തന്നെ അമ്പിളി, കാരണം ശരിക്കും അമ്പിളികളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ അഭിനയിച്ചു പോകും. നമ്മൾ ഒരു സ്ട്രെയിൻ എടുക്കുകയൊന്നുമില്ല. അമ്പിളി അങ്കിൾ ശരിക്കും കുറച്ച് നേരമൊക്കെ ഞാൻ പറഞ്ഞു, ചില സീൻസിൽ ഞാനിങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അമ്പിളി അങ്കിളിനെ നോക്കി നിൽക്കും നമ്മൾ. അപ്പോൾ അത്രയും വലിയ ആക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ ഫസ്റ്റ് പടത്തിൽ അഭിനയിക്കുമ്പം നമ്മൾ ഇങ്ങനെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
ഇനി അഭിനയിക്കുമെന്നാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഡിസൈഡ് ചെയ്തിട്ടില്ല. ഇപ്പം നല്ല ക്യാരക്ടേഴ്സ് വരുമ്പം പ്രോബ്ലി ഞാൻ ചെയ്യുമായിരിക്കും. അല്ലാണ്ട് അശ്വിനി എങ്ങനെ ഞാനത് പണ്ടും ആലോചിച്ചിട്ടില്ല, ഇപ്പോഴും ആലോചിക്കണില്ല. കാരണം ഇതിൻ്റെ പാരലായിട്ട് ഞാൻ പഠിക്കുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു അതിന് ഞാൻ കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തിരുന്നു. എങ്ങനെയെങ്കിലും PG കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെ. അപ്പം അതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ കൂടെ വരണം. ഇപ്പം ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോണ ശ്യാം സാറിൻ്റെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ പടം, അതിൽ ഇതേപോലെ നല്ല ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. അത്രയും വലിയൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. സോ അതിലൊക്കെ എക്സൈറ്റഡ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം സിനിമ മാത്രമല്ല, എനിക്ക് പഠിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ജോനെ കുറിച്ചാണെങ്കിൽ കല്യാണം ജോ സിനിമയിൽ നിന്ന് ഒരാളാണ്. സോ എനിക്ക് ജോ അങ്ങനെ എൻ്റെ അടുത്ത് ഇത് അഭിനയിക്കരുത്, ഇനി നിർത്തണം, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. സോ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. പ്രോബ്ലി കല്യാണം കഴിഞ്ഞിട്ട് ഐ തിങ്ക്. അതുവരെ നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയാൽ ചെയ്യും.